ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നിസാൻ പെട്രോളിൽ ഒരു കൂളൻ്റ് ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ കൂളൻ്റ് ലീക്ക് വാഹനത്തിൻ്റെ എൻജിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കൂളൻ്റ് ലീക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൂളൻ്റ് ലീക്ക് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്തിരിക്കണം. കാരണം എന്ന് പറയുന്നത് ഇതൊരു എൻജിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൂളൻ്റ് ലീക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എവിടെ നിന്നാണ് കൂളൻ്റ് ലീക്ക് വന്നിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വാഹനത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യലും അതേമാതിരി തന്നെ AC കംപ്രസറിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് കൂളൻ്റ് ലീക്ക് വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. എവിടെ നിന്നാണ് ലീക്ക് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും അതേമാതിരി തന്നെ ഹോസ് ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് വാട്ടർ പമ്പ് ലീക്കായിട്ടാണ് ഈ ഒരു കൂളൻ്റ് ലീക്ക് വന്നിട്ടുള്ളത്. ഇതൊരു V6 എഞ്ചിനാണ് നിസാൻ്റെ. അപ്പോൾ ഈ ഒരു വാട്ടർ പമ്പ് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ് ഞാൻ നിങ്ങൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പല മോഡൽ വാഹനങ്ങളുടെ വാട്ടർ പമ്പ് വരുന്നത് ചിലപ്പോൾ ചില വാഹനങ്ങളിൽ വരുന്നത് എഞ്ചിൻ്റെ വെളിയിലായിട്ട് ബെൽറ്റോട് കൂടിയാണ് വരുന്നത്. എന്നാൽ ചില വാഹനങ്ങളിൽ വാട്ടർ പമ്പ് വരുന്നത് എഞ്ചിൻ്റെ ടൈമിങ്ങിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ചില വാഹനങ്ങളുടെ വാട്ടർ പമ്പ് എഞ്ചിൻ്റെ ടൈമിങ്ങിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ടൈമിംഗ് കവറും കാര്യങ്ങളൊക്കെ അഴിക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ടൈമിംഗ് കവർ കംപ്ലീറ്റ് ഒന്നും അഴിക്കേണ്ടി വരുന്നില്ല. ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കവറുകൾ കൊടുത്തിട്ടുണ്ട്. ആ കവർ മാത്രം നമുക്ക് ഊരിയാൽ നമുക്ക് ഇതിൻ്റെ വാട്ടർ പമ്പ് മാറാൻ സാധിക്കും. എന്നാൽ നമുക്ക് എഞ്ചിൻ്റെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ അഴിക്കേണ്ട ആവശ്യവും ഉണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ ഈ ഒരു ടൈമിങ് ഈ ഒരു വാട്ടർ പമ്പ് എഞ്ചിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർ പമ്പ് ലീക്ക് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളം കൂളൻ്റ് അകത്തോട്ട് പോകും. അപ്പോൾ എഞ്ചിൻ്റെ അകത്ത് ഓയിലൊക്കെ ആയിട്ട് മിക്സ് ആവും. അത് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഒരു ബൈപ്പാസ് ഹോൾ കൊടുത്തിട്ടുള്ളത്. ആ ഹോള് ഇതിൻ്റെ വാട്ടർ പമ്പിനുള്ള ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നേരെ ആ കൂളൻ്റ് നേരെ ഈ ബൈപ്പാസ് വഴി നേരെ ആ ഡിഫറൻഷ്യലിൻ്റെ മുകളിലേക്കൂടെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഡിഫറൻഷ്യലിൻ്റെ മുകളിലും അവിടെയൊക്കെ കൂളൻ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വാട്ടർ പമ്പാണ് ഏറ്റവും കൂടുതൽ മെയിൻ ലീക്ക് വരാറ്. അപ്പോൾ വാട്ടർ പമ്പ് മസ്റ്റായിട്ട് റീപ്ലേസ് ചെയ്തിരിക്കണം. അപ്പോൾ കൂടുതലൊന്നും വന്നിട്ട് എഞ്ചിൻ്റെ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മാറിയ വാട്ടർ പമ്പാണിത്. അപ്പോൾ വാട്ടർ പമ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹോള് കണ്ടല്ലോ, ഈ ഹോള് വഴി നേരെ ഇതിൻ്റെ കംപ്രസറിൻ്റെ സൈഡിലേക്ക് പോയിട്ട് അതിൻ്റെ അടിയിലേക്ക് കൂടിയാണ് ഈ കൂളൻ്റ് വെളിയിൽ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കുന്നില്ല. ഇതിൻ്റെ ടെൻഷനറിൻ്റെ കവറും ഈ ഒരു കവറും മാത്രം നമുക്ക് ഊരിയാൽ മതി. അപ്പോൾ അതേമാതിരി തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പിടിപ്പിക്കാനുള്ളത് അതൊക്കെ പിടിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലോട്ട് ഈ കംപ്രസറിൻ്റെ സൈഡിലേക്ക് കൂടിയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അടിയിലോട്ട് വെള്ളം പോകുന്നത്, മീൻസ് കൂളൻ്റ് താഴോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നും ഹൂസുകളോ ഒന്നും തന്നെ ഡാമേജസ് ഒന്നും കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ കംപ്രസറിൻ്റെ അടിയിലോട്ട് വരുന്ന കൂളൻ്റ് എന്ന് പറയുന്നത് വാട്ടർ പമ്പ് ഡാമേജ് ആയിട്ടാണ്. അപ്പോൾ പ്രത്യേകം വാട്ടർ പമ്പ് മസ്റ്റായിട്ട് റീപ്ലേസ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ അതേമാതിരി തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാട്ടർ പമ്പ് അഴിക്കുന്ന സമയത്ത് കൂളൻ്റ് എഞ്ചിൻ ഓയിലിലേക്ക് മിക്സ് ആവുന്നത് ശ്രദ്ധിക്കണം. മിക്സ് ആയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും ആ കൂട്ടത്തിൽ തന്നെ ചേഞ്ച് ചെയ്യേണ്ടതാണ്.